എന്തെന്ന് കൊച്ചമ്മ ഇത്? അയ്യടാ, നിനക്കിത് ഏത് മണ്ഡലമാണെന്നറിയാവോ? ഇതായിരിക്കണ മണ്ഡലം. അത് നിയോജക മണ്ഡലം. ഞാൻ ചോദിച്ച അതല്ല. അതെ, ഈ ഒരു ഹസ്തരേഖാ ശാസ്ത്രം ഉണ്ടല്ലോ നമ്മുടെ കയ്യുടെ, അത് വെച്ചോണ്ട് ഇത് ഏത് മണ്ഡലമാണെന്നറിയാവോ? അറിഞ്ഞൂടെ കൊച്ചമ്മ? എന്നാ കേട്ടോ, മൊത്തം നമ്മുടെ കയ്യിൽ 8 മണ്ഡലങ്ങളുണ്ട്. അതിൽ ഇതാണ് ശുക്രമണ്ഡലം. അത് ശരി. കൊച്ചമ്മ ഹസ്തരേഖാ ശാസ്ത്രം പഠിച്ചിട്ടുണ്ടാ? കുറച്ച് ഹസ്തരേഖയും മുഖലക്ഷണവും ഇതെല്ലാം അത്യാവശ്യം എനിക്ക് പറയാൻ അറിയാവടാ മുത്തു. എന്താന്ന് വിചാരിച്ചേ? അല്ല കൊച്ചമ്മ, മണ്ഡലത്തിന്റെ കാര്യം ചോദിച്ചപ്പോ ഞാൻ വിചാരിച്ചേ കൊച്ചമ്മ ഇലക്ഷൻ നിൽക്കാൻ പോണം. എന്ത് നിന്നൂടെ? നിക്കാം. എടാ, ഭരണചക്രം തിരിക്കാനുള്ള യോഗമൊക്കെ എന്റെ നക്ഷത്രത്തിനുണ്ട്. ആര് പറഞ്ഞു? സ്വാമി പവിത്രാനന്ദജി. അതാര്? അവനാരാ? അയ്യടാ, അവൻ പോരും. എടാ മണ്ട, ലക്ഷക്കണക്കിന് ഫോളോവേഴ്സ് ഉള്ള ഈ സ്വാമിജി ഉണ്ടല്ലോ, അദ്ദേഹത്തിന്റെ യൂട്യൂബ് കയറി നീ ഒന്ന് നോക്ക്. അതിലൂടെ ലക്ഷോപലക്ഷം ആൾക്കാരുടെ നാളും പ്രകാരമുള്ള സകല വർത്തമാനവും, ഭൂതവും ഭാവിയും വർത്തമാനവും എല്ലാം കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുന്ന മഹാപണ്ഡിതനാണ് ആ മനുഷ്യൻ. നിനക്ക് സംശയം ഉണ്ട്, അത് കയറി നോക്കാം. അപ്പൊ അറിയാം സ്വാമിജി ആരാ, അതും എന്താ നോക്ക കേട്ടാ. ഇപ്പത്തെ എന്റെ ഈ ശുക്രമണ്ഡലത്തില് ഞാൻ എഴുതിയിരിക്കുന്ന സംഖ്യ എന്താണെന്നറിയോ? 888. ഈ 3 പ്രാവശ്യം 88 എഴുതിയിട്ട് നമ്മള് പവിത്രാനന്ദജി സ്വാമി പറഞ്ഞു തന്നൊരു മന്ത്രം, അതങ്ങനെ ഭക്തിയായിട്ട് മനസ്സിലങ്ങോട്ട് വിചാരിച്ചാൽ നമ്മുടെ ശത്രുക്കൾക്കെല്ലാം 8ന്റെ പണി കിട്ടും. നിനക്കും. അത് ഞാൻ ശത്രു അല്ല, ഞാൻ പറയാ. അല്ല, എന്നുണ്ടെങ്കിൽ കൊച്ചമ്മ, ഈ ശത്രു രാജ്യങ്ങളുടെ അടുത്ത് നമ്മൾ യുദ്ധത്തിന് പോകാതെ ഉള്ളം കയറി 8 എന്ന് എഴുതിയിട്ട് അവനൊക്കെ ചാവണേന്നങ്ങ് പ്രാവിയാ പോലെ അങ്ങ് ചാവുമല്ലോ. ഇതൊക്കെയാണ് നിന്നെ പോലുള്ള നിരീശ്വരവാദികളുടെ കുഴപ്പം. നീയേ ആ യൂട്യൂബ് ചാനലിൽ കയറിയിട്ട് ഈ പറഞ്ഞ സ്വാമിജിയുടെ എല്ലാ പരിപാടികളും ഒന്ന് കണ്ടു നോക്ക്. പവിത്രാനന്ദജി സ്വാമി ആരാണെന്നും എന്താണെന്നും എങ്ങനെയാണെന്നും ഒക്കെ അപ്പൊ നിനക്ക് മനസ്സിലാവും കേട്ടോ. അദ്ദേഹം സ്വാമി മാത്രമാണ്? സ്വാമി മാത്രമാണ്? അല്ല, അദ്ദേഹം ഒരു മെന്റലിസ്റ്റ് കൂടാണ്. എനിക്ക് അപ്പോഴേ തോന്നി മെന്റലാണെന്ന്. എടാ പോത്തെ, മെന്റലിസ്റ്റ് എന്ന് പറഞ്ഞാൽ മെന്റലാണെന്നല്ല. മെന്റലിസ്റ്റ് എന്ന് പറഞ്ഞാല് നമ്മൾ മനസ്സിൽ കാണുന്ന എല്ലാ കാര്യങ്ങളും വളരെ മുൻകൂട്ടി മനസ്സിലാക്കി അദ്ദേഹം ആൾക്കാരോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറയും. നടക്കുന്നതും നടക്കാൻ പോകുന്നതും നടക്കാനിരിക്കുന്നതായിട്ടുള്ള സകല സംഭവങ്ങളും അദ്ദേഹം പറയും. അല്ല, ഇതുള്ള സത്യമാണ് ഞാൻ ഈ പറയുന്നത്. നിനക്കെല്ലാം പുച്ഛമാണല്ലോ. അയ്യോ, തോന്നുന്നു ശബ്ദം. ഭഗവാനെ, പവിത്രാനന്ദജിയുടെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. ഞാനിതൊന്ന് കാണട്ടെ. ഞാൻ അടുക്കള നിന്നൊന്ന് കാണട്ടെ. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.